ഹായ് ഹലോ, ഞാൻ നിങ്ങളുടെ നാസി. ഇതാ മത്തിൻ്റെ തലയും തോന്നിനി ചോറും തോന്നിനി കേട്ടോ. ഞാൻ മുമ്പത്തെ വീഡിയോയിൽ ഇതെല്ലാം കൊണ്ടുവെക്കുന്നൊരു വീഡിയോ വെച്ചിട്ടുണ്ടേനി, എടുത്തിട്ടുണ്ടേനി. അപ്പോൾ രാവിലെ തന്നെ പോയിട്ട് ഞാൻ മേലെ നോക്കി കേട്ടോ. അപ്പോഴത്തേക്കെല്ലാം തോന്നിയിട്ട് റെഡി ആയി. കുഞ്ഞൊന്നും കാണുന്നില്ല, കുഞ്ഞെല്ലാം ഉറങ്ങുന്നതാണ് ഉണ്ടത് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ പിന്നെ അത് കഴിഞ്ഞിട്ട് നേരെ താഴെ വന്ന് അപ്പോൾ അതാ സംഭവം എന്ത് രണ്ടാളും വന്നിട്ടുണ്ട്. അങ്ങനെ പാൽപ്പൊടി ഉണ്ടേനി, അതിന് ഞാൻ പൊട്ടിച്ചിട്ട് രണ്ടാൾക്കും കൊടുക്കണമല്ലോ. അങ്ങനെ അതിൻ്റെ പരിപാടിയിലാണ് ഞാനുള്ളത്. പിന്നെ ഗുണ്ടുമണിയുണ്ടല്ലോ, അത് എനിക്കല്ല, അതൊരു മസ്ത് കെട്ടിയവനില്ല. അവൻ്റെ അവസ്ഥ പറഞ്ഞിട്ട് കാര്യമില്ല. അവന് കടന്നിടത്തേക്ക് തന്നെ കൊടുത്തെങ്കിൽ അത്ര നല്ലത് അവനിക്ക്. വെള്ളത്തിൻ്റെ ചൂട് പുക കൊണ്ട് ഒന്നും കാണുന്നേ ഇല്ല കേട്ടോ. അങ്ങനെ പാല് റെഡിയാക്കി, പക്ഷെ തണിയണ്ടേ. അപ്പോൾ അതിന് ഞാൻ കുറച്ച് തണുത്ത പാലും കൂടി ഒഴിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പിന്നെ അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ നല്ല പാങ്ങിൽ തണിയണം. ഇല്ലെങ്കിൽ നല്ലോണം തണുത്തൊന്നും കുടിക്കാമല്ലോ, നല്ലോണം ചൂടുണ്ടും കുടിക്കാമല്ലോ. ഒരു നോർമലായിട്ട് ചൂടുണ്ടും സന്തോഷം രണ്ടാൾക്കും. അങ്ങനെ നല്ല പാങ്ങല ഞാൻ തണിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ രണ്ടാൾക്കും ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കുറേ ഒഴിച്ചെങ്കിൽ എന്താക്കുന്ന അറിയോ, ബാക്കിയാക്കുന്നത്. അപ്പോൾ രണ്ടാൾ കുറച്ചേ ഞാൻ ഒഴിക്കുന്നുള്ളൂ, ബാക്കി പിന്നെ കൊടുക്കാമല്ലോ. അങ്ങനെ ഇതാ പൊന്നൂസിന് കൊടുക്കുന്നുണ്ട്. പൊന്നൂസ് പിന്നെ കാലിൻ്റെ അടിയിൽ തന്നെ ഉണ്ടാകുന്നു 24 മണിക്കൂർ. അതാ മറ്റത് വേണ്ട കടന്നിട്ടയുടെ പുറത്ത്, അത് എണിക്കൊന്നുമില്ല. ഞമ്മ പോയിട്ട് അവൻ്റെ അവിടെ തലേൻ്റെ അടിയിൽ കൊണ്ടക്കണം വേണ്ട, അതൊന്നും അവൻ എണിക്കില്ല. ഞാവും പറഞ്ഞു കൊടുക്കും വേണ്ട. അങ്ങനെ കൊടുത്താലേ ഓന് കുടിക്കും. ഓനിക്കൊരു മസ്ത് തന്നെ. അവൻ്റെ അവസ്ഥ എന്ത് തന്നെ എനിക്കറിയുന്നില്ല. കണ്ടോ പൊന്നൂസ് കുടിച്ചിട്ടെല്ലായി നല്ല പാങ്ങല വടിച്ച് കുടിക്കുന്നുണ്ട്. ബക്കറ്റിൽ തുണിയുണ്ട് കേട്ടോ ആറിടാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇതാ ഇവനക്കും കുടിച്ചിട്ടായി, ഇവൾക്കും കുടിച്ചിട്ടായി. അങ്ങനെ ഓനടനെ കടന്ന് പിന്നെ ഓളെ കടത്താൻ നോക്കിക്കോ. ഓളിപ്പോൾ പുറത്തുണ്ട്, പാഞ്ഞോണ്ട് ഉള്ളിലേക്ക് വരും. എന്തിനറിയോ, അവിടെ ഇങ്ങനെ പാങ്ങലെ കടക്കാൻ വേണ്ടിയിട്ട്. പാലെല്ലാം കുടിച്ചിട്ട് വയറെന്ന് പറഞ്ഞല്ലേ. അതാ ഒരു കടത്തം കടന്നട കണ്ടാ. എന്തൊരു കുസൃതി കുഞ്ഞ് എൻ്റെ കുസൃതി കുഞ്ഞ്. പിന്നെ ഞാനില്ലേ പൂരി ചുട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പൂരിൻ്റെ പണിയെല്ലാം കഴിഞ്ഞ് ഇതാ തിന്നാൻ വേണ്ടിയിട്ട് ഞങ്ങൾ രണ്ടാളും റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. പൂരിയെല്ലാം 1.5 പൂരി കേട്ടോ. നല്ല പാങ്ങുണ്ട്, തെറുപ്പായിന്, നല്ല ശേലായിന് പൂരി കേട്ടോ. പൊന്തിയിട്ട് അടിപൊളിയായിന്. പിന്നെ എനിക്കില്ലേ വെള്ള പൂരിയൊന്നും എനിക്കിഷ്ടമില്ല, നല്ല കായണം, ചോന്നിട്ട് വേണം. നല്ലോണം കരിഞ്ഞൂടാ, നല്ല ചോപ്പ് വേണം. പിന്നെ കോയിൻ്റെ കറി ഉണ്ടായിന്. അങ്ങനെ ഇതാ കോയിൻ്റെ നല്ല ആണം എന്ന് പറഞ്ഞാൽ അറിയോ, കോയിൻ്റെ ആണം നല്ല വെറുത്തരച്ച തേങ്ങാല വെറുത്തിട്ട് അരച്ച ഒരു കറിയാണ് ആണം. അങ്ങനെ ഇതാ ഇങ്ങനെ കരിയാണ്, എൻ്റെ കായണം നല്ല പൂരി. അങ്ങനെ ചൂട് പൂരിയോ, ചൂട് പൂരി തിന്നാൻ തന്നെ എന്തോ ഒരു ടേസ്റ്റ്. അല്ലെങ്കിൽ പിന്നെ പാങ്ങൂല. അങ്ങനെ ഞാൻ ഇച്ചാനെ വെയിറ്റ് ആക്കുന്നുണ്ട് കേട്ടോ. അച്ഛ വന്നിട്ടാ. അങ്ങനെ തിന്നുന്ന ഏർപ്പാടിലാണ് ഇപ്പോൾ ഉള്ളത്. ചായ എല്ലാം റെഡിയായി. എന്നിട്ട് ഞാൻ നേരെ മച്ചിൻ്റെ മേലെ പോയി കേട്ടോ. അപ്പോൾ ഇല്ല, മച്ചിൻ്റെ മേലെ പോയിട്ട് ഞാൻ പാലും ചോറും കൊടുത്തിട്ട് വന്നിട്ടുണ്ടേനി. എനിക്ക് വീഡിയോ എടുക്കാനും മറന്നിട്ടുണ്ടേനി. പിന്നെ രണ്ടാമത് പോയിട്ട് വീഡിയോ എടുത്തതാണ് കേട്ടോ. അപ്പോഴത്തേക്ക് പാലെല്ലാം കാലിയാക്കിയിട്ട് അതിനതാ കേട്ടാ. രണ്ടാൾക്ക് പാങ്ങല വേറെ പറഞ്ഞിനി. എന്താ ഉമ്മയില്ലാലോ, രണ്ടാളും ഒറ്റയ്ക്ക് കുടിച്ച്, രണ്ടാളും കുടിച്ചല്ലേ, നല്ല വേറെ ഫുള്ളായി. അതിൽ മുക്കാലോളം കൊടുത്തിനി പാല്. എന്നിട്ടില്ല, അത് നമുക്ക് നോക്കണം, വരണമെന്നുമുണ്ട് കുടിക്കണമെന്നുമുണ്ട്. അതാ എന്നെ കാണുമ്പോൾ അതിൽ പോന്നു. മറ്റത് നോക്കിയാൽ നിവർന്നിട്ട് കിടക്കുന്നത് എന്താ, നല്ല വയറ് ഫുള്ളായി കേട്ടാ. ഇനിയില്ലേ കുടിക്കണമെന്നുണ്ട് ഇതിനെ, വയറെന്ന് പറഞ്ഞിനി. ലാസ്റ്റ് പോയി വേണ്ടാന്ന് വെച്ചാന്തോ. ഒരിക്കൽ അങ്ങോട്ട് പോകുന്നു, ഒരിക്കൽ ഇങ്ങോട്ട് പോകുന്നു. എന്തിൻ്റെ കഥ തന്നെ എനിക്കറിയുന്നില്ലപ്പോൾ. മറ്റത് കണ്ടില്ലേ, പാല് കുടിച്ച് വയറെന്ന് പറഞ്ഞ് പോയിട്ട് ഉമ്മാനെ പോലെ കിടന്നു. അതാ കിടക്കുന്നുണ്ട്. നോക്കുന്നെ ഉണ്ട് ഇങ്ങോട്ട്. ബാലെല്ലാം നോക്കിയാൽ ഒരു ചൂടിലെല്ലാം ഇങ്ങനെ ചൂടി വന്നെങ്കല്ലേ അങ്ങനെ ആക്കല്. അപ്പോൾ ഓക്കെ, ബൈ.